ഹലോ എവരി വൺ, വെൽക്കം ടു വഞ്ചനാട് കിച്ചൺ. ഐ ആം ഷെഫ് പിനോജ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഒരു സ്റ്റാർട്ടറാണ്, അടിപൊളി ഒരു സ്നാക്കാണ്, ചിക്കൻ ഡോണറ്റ്. അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ചിക്കൻ ഡോണറ്റ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 2 മീഡിയം പൊട്ടറ്റോ ഡയസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു ചോപ്പിംഗ് ബോർഡ് വെക്കാം. ചോപ്പിംഗ് ബോർഡ് വെക്കുമ്പോൾ വെറ്റായിട്ടുള്ളൊരു ടിഷ്യൂ അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചോപ്പിംഗ് ബോർഡ് വെക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല. കട്ട് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ തണുത്ത വെള്ളമാണ് എടുക്കുന്നത്. തണുത്ത വെള്ളത്തിൽ നിന്ന് ബോയിൽ ചെയ്താലേ എല്ലാ ഭാഗവും കുക്കാകത്തുള്ളൂ. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ബോയിൽ ആകുന്ന സമയത്ത് ചിക്കൻ ഡോണറ്റിനുള്ള വെജീസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരു മീഡിയം സവോളയും ഒരു റെഡ് ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഒരു ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഫൈനായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ ക്യാപ്സിക്കം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു ബോളിൽ വെക്കാം. പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സ്റ്റെയിനറിലോട്ട് ഒഴിച്ച് തണുക്കാൻ വെക്കാം. ചിക്കൻ ഡോണറ്റ് തയ്യാറാക്കുമ്പോൾ ബോൺലെസ് ചിക്കനാണ് നല്ലത്. ഞാൻ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് ഈ ചിക്കൻ അരയ്ക്കാനുള്ളതാണ്. ഈ വലുപ്പത്തിൽ എല്ലാ ചിക്കനും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ക്രഷ് പെപ്പറും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 പിടി കൊറിയാണ്ടർ ലീവ്സും 1 ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലവറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 മുട്ടയുടെ ഉണ്ണിയും അഥവാ മഞ്ഞക്കുരുവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മുട്ടയുടെ ഉണ്ണി ചേർക്കുന്നത് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ബൈൻഡായിട്ടിരിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനും പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ബ്ലെൻഡറിലോ മിക്സിയിലോ വെള്ളം തൊടാതെ അരച്ചെടുക്കണം നന്നായിട്ട്. ചെറിയ ബ്ലെൻഡർ ആയതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമാണ് അരച്ചെടുക്കുന്നത്. ഈ പരുവത്തിൽ ചിക്കൻ അരച്ചെടുക്കണം. ബാക്കിയുള്ള ചിക്കനൂടെ അരച്ചെടുക്കാം. കോൺഫ്ലവറും പ്ലെയിൻ ഫ്ലവറും ചേർക്കുന്നത് നമ്മൾ ഈ അരച്ചെടുക്കുമ്പോൾ ഇതിന്റെ മിക്സർ നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയാണ്. ചിക്കൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. ഈ മിക്സർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് മിക്സർ ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയാണ്. മിക്സർ ടൈറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഷേപ്പിൽ പിടിക്കാൻ പറ്റത്തുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിക്സർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഡോണറ്റ്സ് നമുക്കൊന്ന് ബ്രെഡ് ചെയ്തെടുക്കാം. ബ്രെഡ് ചെയ്യാൻ വേണ്ടി പ്ലെയിൻ ഫ്ലവറും ബ്രെഡ് ക്രംസും മുട്ടയും എടുക്കണം. ചിക്കൻ്റെ മിക്സർ തയ്യാറാക്കിയപ്പോൾ എടുത്ത മുട്ടയുടെ വെള്ള നമ്മൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 2 മുട്ടയോടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഡോണറ്റ് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഷേപ്പാക്കി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈവെള്ളയിൽ അല്പം എണ്ണ തടവി എടുക്കണം. മിക്സർ ചെറിയ ബോളായിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. അഥവാ നിങ്ങൾ തയ്യാറാക്കിയ മിക്സർ ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ പേടിക്കണ്ട. അതിലേക്ക് അല്പം ബ്രെഡ് ക്രംസ് ഇട്ട് നന്നായിട്ട് ടൈറ്റാക്കി എടുക്കാവുന്നതാണ്. ഷേപ്പാക്കി എടുത്തിരിക്കുന്ന മിക്സർ നമുക്കൊരു പ്ലേറ്റിലേക്ക് അല്പം എണ്ണ തടവി അതിലേക്ക് വെച്ച് നമുക്ക് നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഡോണറ്റിൻ്റെ ഷേപ്പാക്കാൻ വേണ്ടി നമുക്ക് പെപ്സിയുടെയോ കോക്കിൻ്റെയോ അടപ്പ് വെച്ച് നമുക്ക് നടുഭാഗം ഒരു ഹോളാക്കി എടുക്കാം. കട്ട് ചെയ്ത മിക്സർ പ്ലെയിൻ ഫ്ലവറിൽ ഡിപ്പ് ചെയ്ത് എഗ് വാഷ് ചെയ്ത് ബ്രെഡ് ക്രം ചെയ്തെടുക്കാം. മിക്സർ നന്നായിട്ട് ബൈൻഡായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലെയിൻ ഫ്ലവറിൽ ഡിപ്പ് ചെയ്യുന്നത്. ബ്രെഡ് ചെയ്ത ചിക്കൻ ഡോണറ്റ് 2 ആഴ്ചയോളം ഫ്രീസറിലും സൂക്ഷിക്കാവുന്നതാണ്.
ബാക്കിയുള്ള മിക്സറൂടെ നമുക്ക് ഡോണറ്റ് ഷേപ്പിൽ ബ്രെഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ എടുത്തിരിക്കുന്ന മിക്സർ കൊണ്ട് നമുക്കൊരു 12 ചിക്കൻ ഡോണറ്റ് തയ്യാറാക്കാം. ഞാനിപ്പോൾ ആദ്യത്തെ 6 തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ചെയ്താലുടൻ ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ബ്രെഡ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഡോണറ്റ്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു കടായിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെക്കാം. എണ്ണയൊന്ന് ചൂടായാലുടൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചിക്കൻ ഡോണറ്റ്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് അതിലേക്ക് നമുക്ക് കോരിയെടുക്കാം. അതുപോലെ ബാക്കിയുള്ള ഡോണറ്റ്സും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാച്ചിലേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ചിക്കൻ ഡോണറ്റ്സ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ചിക്കൻ ഡോണറ്റ്. ചിക്കൻ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. ഡോണറ്റ്സിന് ഫ്രെഡ് സലാഡും ഡിപ്സായിട്ട് കെച്ചപ്പും മയണൈസും വെച്ച് പ്ലേറ്റ് ചെയ്യാം. അല്പം ചോപ്പ് കൊറിയാൻഡർ ഇട്ട് ഗാർണിഷ് ചെയ്യാം. ക്രിസ്പി ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഡോണറ്റ്സ് അടിപൊളി ഒരു സ്റ്റാർട്ടറാണ്, അടിപൊളി ഒരു സ്നാക്കാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഹെൽത്തി സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഡിഷാണിത്. ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകഭാഗമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ചിക്കൻ ഡോണറ്റ് ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ എനിക്ക് മെസ്സേജായിട്ട് അയക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വഞ്ചനാട് കിച്ചൻ, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.